കോടതിയെ സമീപിച്ച് ഈ കേസുകളൊക്കെ പഴയതാണ്, ഇതിന് കൃത്യമായ രേഖകളൊന്നുമില്ല, യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല, പല കേസുകൾക്കും ആരും ഫോളോ അപ്പുമായി വരുന്നില്ല എന്നൊക്കെ കാട്ടി കോടതിയിൽ വ്യവസ്ഥാപിതമായ നിയമപ്രകാരം തന്നെയാണ് ഇവർ ഇത് നശിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നശിപ്പിച്ചിരിക്കുന്നത് 2023 നവംബറിലാണ്. ആ സമയത്ത് രേഖകളെല്ലാം നശിപ്പിച്ച് പോലീസ്. നല്ല പോലീസുകാരല്ലയോ? കാശ് മേടിച്ച് കാശുള്ളവന്റെ കൂടെ നിൽക്കുന്ന പോലീസ്. ഇതാണ് നമുക്ക് ധർമ്മസ്ഥലത്തുള്ള പോലീസുകാരെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അടിപൊളിയാണ്. 1995 തൊട്ട് 2014 വരെ ശുചീകരണ തൊഴിലാളി അവിടെ ജോലി ചെയ്തിരുന്നു. ഈ ധർമ്മസ്ഥലയിൽ. അന്നേരം അദ്ദേഹത്തിന്റെ കൈകൊണ്ട് അദ്ദേഹം കുഴിച്ചുമൂടിയ നിരവധി പെൺകുട്ടികൾ, അതോടൊപ്പം തന്നെ കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അങ്ങനെ തുടങ്ങി 450-ലധികം ആൾക്കാരെ അദ്ദേഹം മറവ് ചെയ്തു എന്ന് വന്ന് ഒരു തെളിവ് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ ഈ SIT ടീം പരിശോധിച്ച സമയത്ത് അവിടുന്ന് കിട്ടിയ ഒരു വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 തൊട്ട് 2015 വരെയുള്ള രേഖകൾ മൊത്തം നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്. എന്ത് പോലീസാണ്! കൊള്ളാം. നമ്മുടെ ഇന്ത്യയിലെ, നമ്മുടെ കർണാടകത്തിലെ പോലീസിന്റെ ഒരു മഹത്വമാണിത്. എന്തുകൊണ്ട് ഇത് ചെയ്തു? നല്ല ചിക്കിലി മറ്റുള്ളവരുടെ നിന്ന് മേടിച്ചിട്ടും. എന്തായാലും ഈ ധർമ്മസ്ഥല വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കുറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഓരോ വിവരങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുമുണ്ട്. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശുചീകരണ തൊഴിലാളി പറഞ്ഞ 10 സ്പോട്ടുകളിൽ ശനിയാഴ്ച വരെ പരിശോധന നടത്തിയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പരിശോധന നടത്തേണ്ട സ്പോട്ടുകളായിരുന്നു 11, 12, 13 പോയിന്റുകൾ. ഈ 13, 12, 11 പോയിന്റുകളിലൊക്കെ കൂട്ടത്തോടെ മറവ് ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു ഇദ്ദേഹം പറഞ്ഞിരുന്നത്. അതും ഈ പറയുന്ന റോഡ് സൈഡിലാണെന്നും അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് ഈ പറയുന്ന റോഡ് സൈഡിൽ പരിശോധനയ്ക്കായിട്ട് SIT ടീം വന്നിരിക്കുകയാണ്. 6ാം ദിവസമാണ് പരിശോധന നടത്തുന്നത്. ഇതിനു മുമ്പ് തന്നെ നിരവധി മൃതദേഹ അവശിഷ്ടങ്ങൾ ഈ പറയുന്ന സ്പോട്ടുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, മഞ്ജുനാഥ ഗൗഡ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ ഈ ശുചീകരണ തൊഴിലാളിയെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിന്റെ സ്വകാര്യ ഫോണിൽ വീഡിയോ ചിത്രീകരിച്ചിട്ട് നീ പറയുന്നതെല്ലാം കള്ളമാണ് എന്ന് നീ പറയടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, ഞാൻ പ്രകോപനം കൊണ്ട് പറഞ്ഞതാണ് എന്ന് നീ പൊതുസമൂഹത്തോട് പറയുന്ന പോലെ അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് വീഡിയോ വരെ എടുപ്പിച്ചു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഈ കേസ് എങ്ങനെയും അട്ടിമറിക്കണം, ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ ശുചീകരണ തൊഴിലാളിയുടെ ആ ഒരു മൊഴി. അത് ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ വളരെ വ്യക്തമായിട്ട് അന്ന് വായിച്ച് കേൾപ്പിച്ചതാണ്. അത് എനിക്ക് വായിച്ച് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു. അത് അത്രമാത്രം എന്ത് പറയുക, നമുക്ക് തന്നെ ആ മനസ്സിൽ ഒരു സങ്കടം തോന്നുമായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞിരുന്നു, കലേരി എന്ന് പറയുന്ന ഒരു പെട്രോൾ പമ്പിന്റെ അടുത്തായിട്ട് ഒരു സ്കൂൾ കുട്ടിയെ, അതൊരു 12, 13 വയസ്സുള്ള ആ ഒരു പെൺകുട്ടിയെ ഈ പറയുന്നവന്മാര് അതിദാരുണമായിട്ട് തീർത്തിട്ട് ആ കൊച്ചിന്റെ വസ്ത്രങ്ങൾ പോലും ഇല്ലായിരുന്നു. അതിനെ ഈ പറയുന്ന ശുചീകരണ തൊഴിലാളിയാണ് കൊണ്ട് മറവ് ചെയ്തത്. ഈ ധർമ്മസ്ഥലയിൽ നിന്നും കുറച്ചു കിലോമീറ്ററുകൾ മാത്രമേ ദൂരമുണ്ടായിരുന്നുള്ളൂ. അവിടെയാണ് ഈ പറയുന്ന പെട്രോൾ പമ്പ് ഉള്ളത്. അവിടെ വെച്ചാണ് ഈ കൊച്ചിനെ ഇല്ലാണ്ടാക്കുന്നതും ഈ കൊച്ചിനെ കൊണ്ട് അവിടെ കുഴിച്ചിടുന്നതും ഒക്കെ. ശുചീകരണ തൊഴിലാളി പറഞ്ഞത് സ്കൂൾ ബാഗ് സഹിതമാണ് കിട്ടിയിരുന്നതെന്നും അത് ഉൾപ്പെടെയാണ് മറവ് ചെയ്തിരിക്കുന്നതും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞെട്ടിക്കുന്ന പല വാർത്തകൾ പുറത്തു വന്നപ്പോഴും ഈ കേസിനെ ഒരു വിധേയനെയും തെളിയിക്കാനായിട്ട് വിടാതെ പോലീസുകാർ കാശ് മേടിച്ച് നല്ല രീതിയിൽ ഇതിന്റെ പിന്നിൽ കളിക്കുകയാണ്. ഇപ്പോഴും നമുക്കറിഞ്ഞ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് കേസ് മൊത്തം രേഖകളും നശിപ്പിച്ചിരിക്കുന്നു. പഞ്ചായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചായത്ത് പറയുന്നത് അന്ന് ശ്മശാനമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സ്വർഗം കിട്ടുമെന്ന് വന്ന് മരിച്ചവരെയൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ ഇന്ന കാടുകളിലൊക്കെ അങ്ങ് കുഴിച്ചിട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഏതൊക്കെ രീതി നോക്കിയാലും ഈ ഒരു കേസിനെ തെളിയരുത് എന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു നീക്കത്തിലൂടെയായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ SITയുടെ നീക്കം ഒരു നല്ല നീക്കം തന്നെയാണ്. എന്തായാലും ആ വാർത്ത നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞു. സീരിയസ് ആവുകയാണ്. കാരണം ഈ രേഖകളൊക്കെ നശിപ്പിച്ചിരിക്കുന്നത് 2000 മുതൽ 2015 വരെയാണ്. ഈ ശുചീകരണ തൊഴിലാളി ഇവിടെ ജോലി ചെയ്തിരിക്കുന്നത് 1998 മുതൽ 2014 വരെയാണ്. അതായത് അദ്ദേഹം ഇവിടെ ജോലി ചെയ്ത കാലത്ത് ആരൊക്കെ അസ്വാഭാവികമായി മരിച്ചു, അസ്വാഭാവിക മരണങ്ങളുടെ എണ്ണം എത്രയാണ്, തൂങ്ങി മരണങ്ങളുടെ എണ്ണം എത്രയാണ്, അങ്ങനെ പല രേഖകളും ഒന്നും ഇപ്പോൾ ബെൽത്തങ്കാടി പോലീസ് സ്റ്റേഷനിൽ ഇല്ല. അപ്പോൾ ആ 15 വർഷത്തെ രേഖകളൊക്കെയും കോടതിയെ സമീപിച്ച് ഈ കേസുകളൊക്കെ പഴയതാണ്, ഇതിന് കൃത്യമായ രേഖകളൊന്നുമില്ല, യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല, പല കേസുകൾക്കും ആരും ഫോളോ അപ്പുമായി വരുന്നില്ല എന്നൊക്കെ കാട്ടി കോടതിയിൽ വ്യവസ്ഥാപിതമായ നിയമപ്രകാരം തന്നെയാണ് ഇവർ ഇത് നശിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നശിപ്പിച്ചിരിക്കുന്നത് 2023 നവംബറിലാണ്. അപ്പൊ കൃത്യമായിട്ട് നോക്കിക്കോണം, അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഈ രേഖകളെല്ലാം നശിപ്പിച്ചേക്കുന്നത്. അത് എങ്ങനെ നശിപ്പിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കറിയാം അത് ഈ ഞങ്ങളുടെ വശത്തേക്കാണ് വരുന്നത്, അന്വേഷണം ഞങ്ങളുടെ വശത്തേക്കാണ് വരുന്നത് എന്ന് അറിഞ്ഞപ്പോൾ ഇവരെല്ലാ രേഖകളും നശിപ്പിച്ചു കളഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന 2000 തൊട്ട് 2014 വരെയുള്ള രേഖകൾ ഇവർ നശിപ്പിച്ചു കളഞ്ഞേക്കുന്നത്. അത് 2023 നശിപ്പിച്ചതെന്നും പറയുന്നുണ്ട്. കൊള്ളാം അല്ലേ? അടിപൊളി. എന്തുവായാലും എൻ്റെ പൊന്ന് പ്രേക്ഷകരെ, ഈ ഒരു കേസ് തെളിയണം.
തെളിഞ്ഞേ മതിയാവും. കാരണം നിരവധി പെൺകുട്ടികൾക്കും അമ്മമാർക്കും ഒക്കെ നീതി കിട്ടണം. അതുകൊണ്ട് തന്നെ ഈ കേസ് തെളിയണം. സൗജന്യയുടെ അമ്മയെ പോലെയുള്ള, പത്മലതയുടെ അമ്മയെ പോലെയുള്ള നിരവധി പെൺകുട്ടികളുടെ അമ്മമാരെ പോലെയുള്ളവര്, അവർക്കൊക്കെ ഈ ഒരു നീതി കിട്ടണം. അതുകൊണ്ട് ബാക്കി ആ സമയത്ത് തന്നെ നിരവധി കേസുകൾ, നിരവധി ആരോപണങ്ങൾ ഈ വിഷയവുമായി നിലനിൽക്കുന്ന സമയം കൂടിയാണ്. പല കേസുകളിലും കോടതിയിലുണ്ട്. പലതിൻ്റെയും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഇരകളൊക്കെ രംഗത്ത് വരുന്നു, അവരുടെ ബന്ധുക്കൾ രംഗത്ത് വരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് പോലീസ് ഈ ഒരു 15 വർഷ കാലയളവിലെ രേഖകൾ മുഴുവനും നശിപ്പിച്ചത്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ആ രേഖകളില്ല എങ്കിലും പഞ്ചായത്തിൽ ആ രേഖകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതിനു മുൻപ് വിവരാവകാശ രേഖ പ്രകാരം ഒരാൾ എടുത്തിരുന്ന രേഖ കൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ SIT സംഘം 2 ദിവസം മുൻപ് തന്നെ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിലും ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലും ഒക്കെ എത്തി കളക്ട് ചെയ്തിരുന്നു. എന്തായാലും അങ്ങനെ പോലീസ് വെറുതെ അങ്ങ് ഇതില്ലാതാക്കിയെന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിലും നേരത്തെ അവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളൊക്കെയും പരിഗണിക്കുമ്പോൾ ഇത് സാധാരണ നിയമപ്രകാരം സ്വാഭാവികമായി ഇല്ലാതാക്കിയതാണ് എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതൊരു വശത്ത് നിൽക്കുന്നു. മാത്രമല്ല ഇന്നിപ്പോൾ 6ാം ദിവസത്തെ പരിശോധന തുടങ്ങിയിരിക്കുകയാണ്. 11, 12, 13 സ്പോട്ടുകളാണ് ബാക്കിയുള്ളത്. 11ഉം 12ഉം വനത്തിനുള്ളിലുള്ള സ്പോട്ടുകളാണ്. 13 നേത്രാവതി പുഴയുടെ വലതുവശത്തായി റോഡിൽ ഉള്ള ഒരു സ്പോട്ട് തന്നെയാണ്. നിലവിൽ അതൊരു റോഡ് കൂടിയാണ്. അപ്പോൾ അവിടെയാണ് 13ാം സ്പോട്ടിലെ പരിശോധന നടക്കേണ്ടത്. ഇതിനിടയിൽ ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തണമെന്നുള്ള അഭിഭാഷകരുടെ ആവശ്യം, അതായത് ഈ അനന്യ ഭട്ടിന്റെ അമ്മയുടെ അഭിഭാഷകരുടെ ആവശ്യം കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത് ഏത് തരത്തിലാണ് SIT പരിഗണിക്കുക എന്നറിയില്ല. നമ്മൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ചില വിവരങ്ങൾ പ്രകാരം ഇന്നും ചില മിസ്സിംഗ് കേസുകളൊക്കെ SPക്ക് മുന്നിൽ വരും. ആ കേസുകൾ കൂടുതൽ സ്ട്രോങ് ആയി വരികയാണ്. ഹാഷ്മി, ഈ ഒരു കേസ് വളരെ സ്ട്രോങ് ആയിട്ട് വരികയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, ബെൽത്തങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹെൽപ്പ് ഡെസ്ക് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ആരൊക്കെയാണ് കാണാതായിരിക്കുന്നത് അവരെയൊക്കെ വിളിച്ച് പരാതിപ്പെടണമെന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് പ്രകാരം നിരവധി പരാതികൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് സ്ട്രോങ് ആകുകയാണ്. ഇത് സ്ട്രോങ് ആയി തന്നെ പോകണം. ഈ കേസ് തെളിയണം. അതിനുവേണ്ടി ഏതറ്റം വരെയും ഈ പറയുന്ന SIT ടീം പോകണം. അതോടൊപ്പം തന്നെ ഇതിന്റെ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ, ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഓരോ വീഡിയോ ചെയ്യുന്ന ഓരോരുത്തരും ചാനലുകാർ, ഇവരൊക്കെ മുമ്പോട്ട് നിന്നാൽ മാത്രമേ ഈ ഒരു കേസ് വിജയിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പ്രേക്ഷകര് ഈ ഒരു വിഷയവുമായിട്ട് എപ്പോഴും ലൈനിൽ തന്നെ നിൽക്കണം. കാരണം ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇഷ്ടംപോലെ വാർത്തകളൊക്കെ വരികയാണ്. ആ വാർത്തയുടെ മുമ്പിൽ ഒരിക്കലും ഇതിനെ മിക്സ് ചെയ്ത് കളയരുത്. ഞാൻ പല വീഡിയോകൾ ചെയ്യുമ്പോഴും ഈ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു വിഷയം ഇതാകരുത്. നമുക്കൊക്കെ ഭീഷണിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പോലും ഞങ്ങൾ ഈ വിഷയം ചെയ്യുന്നതിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ നീതി കിട്ടണം. അതുകൊണ്ട് തന്നെയാണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കാണാൻ ആളുകൾ കുറവാണ്. എങ്കിലും ഞങ്ങളെപ്പോലുള്ളവരൊക്കെ എടുത്ത് ചെയ്യുന്നതിന്റെ ഉദ്ദേശവും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രയത്നിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിർദ്ദേശങ്ങളും മസ്റ്റാങ് കമന്റ് അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.